ബിഗ് ബോസ് ടൈറ്റിൽ സ്പോൺസറായ മൈജി ഫ്യൂച്ചർ ആസ്ക് ദ സ്റ്റാർ എന്ന കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിലെ ഫസ്റ്റ് വീക്ക് വിജയിക്ക് നമ്മുടെ ഷോയെക്കുറിച്ച് എന്നോട് എന്തോ ചോദിക്കുവാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ ലാലേട്ടാ, ഞാൻ ബിജിനിയാണ് കാലിക്കറ്റുനിന്ന്. ഞാൻ ലാലേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ്. മൈജി ആസ്ക് ദ സ്റ്റാർ കോൺടെസ്റ്റിലെ വിജയിയാണ് ഞാൻ. എനിക്കിപ്പോൾ ലാലേട്ടനോട് ചോദിക്കാനുള്ളത് ഒരാഴ്ച മുന്നേ നടന്ന ഫാമിലി മീറ്റിനെ കുറിച്ചാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് ഹൗസ് മേറ്റ്സിൻ്റെ ഫാമിലി വന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരത് അത്രയും സ്നേഹത്തോടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ. പക്ഷെ അത് ഹൗസിൽ എല്ലാവർക്കും കൊടുത്തതായിട്ട് കാണുന്നില്ല. അങ്ങനെ ചെയ്തത് ശരിയാണോ ലാലേട്ടാ? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുത്തു. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. ഒരുപാട് ഫുഡാണ് അവർ കൊണ്ടുവന്നത്. നമുക്ക് ഈ ഷോയ്ക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ഈ ഷോയ്ക്ക് കൊടുക്കാവുന്ന ഭക്ഷണമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഒരു ദിവസം ഒരുപാട് ഭക്ഷണം കഴിച്ച് അവർക്ക് എന്തെങ്കിലും വയറിന് അസുഖങ്ങളുണ്ടാകും, പനിയുണ്ടാകാം. പിന്നെ ഇത് കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കും. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് വളരെയധികം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കിലോ കണക്കിന് ഭക്ഷണം. പിന്നെ അതിൽ നിന്ന് കുറച്ച് നമ്മൾ കൊടുത്തു. ഇതിൽ ബേസിക്കലായിട്ട് വീട്ടുകാരെ കാണുക എന്നുള്ളതാണ് അതിലെ മെയിൻ കാര്യം. അവർക്ക് ഇഷ്ടമുണ്ടായ ഭക്ഷണം കൊടുത്ത് അങ്ങനത്തെ ഉള്ളൊരു സുഖവാസ കേന്ദ്രമൊന്നും അല്ല. ഞങ്ങൾ അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചില നിയമങ്ങളുണ്ട്. ഇത് അനുശാസിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ അവർ കൊണ്ടുവന്ന എല്ലാത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അവർ അത് നിയന്ത്രിക്കാനായിട്ട് അതിന് വേറെ ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവരൊക്കെ നോക്കിയതിന് ശേഷമേ നമ്മളിത് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് അവർ കൊണ്ടുവന്ന ആ ഭക്ഷണത്തിന് അതിൻ്റേതായ വില കൊടുക്കുകയും അതിൻ്റേതായ മാന്യതയും സ്നേഹവും കൊടുത്തിട്ട് അവർക്കതിൻ്റെ കുറച്ച് ഞങ്ങൾ കൊടുത്തു. എനിക്ക് തോന്നുന്നത് കുറേ ഭക്ഷണങ്ങൾ തിരിച്ചു കൊടുത്തയച്ചു. കാര്യം അത്രയും ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരുന്നു. ഓക്കെ.